Praise the Lord. Stotram. Yesterday you heard about the work of the devil and destroying the people and attacking the people and how to overcome you heard yesterday night. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് സാത്താനെ എങ്ങനെ ജയിക്കാമെന്നും അവൻ ജനത്തെ എങ്ങനെ ബന്ധിക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കേൾക്കുകയുണ്ടായി. Today just I want to adding something yesterday message that we have to overcome us upon the powers of the demons. ഭൂതങ്ങളുടെ ശക്തികളുടെ മേൽ നമുക്ക് എങ്ങനെ ജേതാക്കളായി തീരാം എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പറയുവാൻ ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നു. Put on thy strength and resist the Satan. നിന്റെ ബലം ധരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുക. In the last days so many children of God they are living a ordinary Christian life. കഴിഞ്ഞ സാധാരണ നിലയിലുള്ള ഒരു സാമാന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ കുറിച്ച് നമ്മൾ ഇന്നലെ കേട്ടു. Christian life is a victorious life. ക്രിസ്തീയ ജീവിതം എന്നത് ഒരു ജയജീവിതമാണ്. There is no defeat life in Christian life. ക്രിസ്ത്യാനിത്വത്തിൽ പരാജിത ജീവിതം ഇല്ല. Before I die I want to prove this on this earth. Before I die I want to prove this truth. ഞാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സത്യത്തെ തെളിയിച്ച് കാണിക്കേണ്ടത് ആവശ്യം. There is no defeat life in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയമില്ല. We need the strength to resist the Satan and overcome everything before we die. നാം മരിക്കുന്നതിന് മുമ്പ് തന്നെ പിശാചിനോട് എതിർത്ത് എല്ലാത്തിലും ജയമെടുക്കുവാൻ ആവശ്യമായ ബലം നമുക്ക് വേണം. Bible very clearly says that we are the soldiers, we are commanders, we are forefront to fight a good fight against the Satan and overcome all the demons on this earth. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നാം ഈ ഭൂമിയിലുള്ള പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിന്ന് മുന്നണി പോരാളികളായി പൊരുത് അവനെ തോൽപ്പിച്ച് നാം ജയമെടുക്കുന്ന ഭടന്മാർ സൈനികരാകുന്നു. When we turn to the word of God, Nahum 2nd chapter 1st verse. നഹൂം പ്രവചനം 2ാം അധ്യായം 1ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, He that dasheth in pieces is come up before thy face. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. Keep the munish watch and weigh, make thy line strong, for 45 thy power mightily. Read the word of God. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക എന്ന് ദൈവവചനം പറയുന്നു. Read that word. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. He that dasheth in pieces is come upon before thy face. Keep the munition, watch the way, make thy loins strong, fortify thy power mightily. So this is a word tonight we have to meditate and we have to get ready, strength ourselves. നാം ഇന്ന് ധ്യാനിച്ച് നമ്മെ തന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടതായ വചനമാകുന്നു ഇത്. He that destroyeth in pieces, he means 4 names given to that person. ഇവിടെ സംഹാരകൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് 4 പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. One is a destroyer. ഒന്ന് സംഹാരകൻ അഥവാ നശിപ്പിക്കുന്നവൻ. Second is a scatterer. രണ്ടാമതായി ചിതറിക്കുന്നവൻ. Third is a crusher. മൂന്നാമതായി ചതയ്ക്കുന്നവൻ. And fourth is a shatterer. നാലാമതായിട്ട് അവൻ തകർത്ത് കളയുന്നവൻ. So this power going to work very soon on this earth. അത് ഈ ഭൂമിയിൽ എത്രയും വേഗത്തിൽ ഈ ശക്തികൾ പ്രവർത്തിക്കുവാൻ പോകുന്നു. Destroyer here typify works of Satan or spirit of the Antichrist. ഇവിടെ സംഹാരകൻ എന്ന് പറയുമ്പോൾ
അത് പിശാചിന്റെയും എതിർ ക്രിസ്തുവിന്റെയും പ്രവൃത്തികളെ അത്രേ കാണിക്കുന്നത്. Nowadays we can see all the signs of the Antichrist. നാം ഈ നാളുകളിൽ എതിർ ക്രിസ്തുവിന്റെ ആഗമന ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. Yesterday you saw how the demons working against the children of God, against the church. ദൈവമക്കൾക്കെതിരായി സഭയ്ക്കെതിരായി ഭൂതങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്നലെ കണ്ടല്ലോ. Now today I want to mention before you, there is a destroyer, otherwise who want to make the pieces. That power is going to come and appear very soon. എത്രയും വേഗത്തിൽ ഈ ഭൂമിയിൽ വരുവാൻ പോകുന്നതായ ഒരു ശക്തിയെക്കുറിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. അത് നശിപ്പിക്കുന്ന സംഹാരകനാണ്. Some of you are going to face that power, if at all not raptured in the coming of the Lord. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാതെ പോയാൽ അങ്ങനെയുള്ളവർ ചിലർ ഈ ശക്തിയെ നേരിടുവാൻ പോകുന്നു. Now we are seeing indirectly and secretly in India, in so many places, how this destroyer working invisible. നമ്മുടെ ഭാരതത്തിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ സംഹാരക ശക്തി അത് അദൃശ്യമായ നിലയിൽ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. North India, so many states, this destroyer working, and so many Christians and churches destroyed, and we know and we heard also. വടക്കേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ സംഹാരശക്തി ദൈവസഭയ്ക്കെതിരായി പ്രവർത്തിച്ച് അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നാം അതിനെക്കുറിച്ച് പല നിലകളിൽ കേട്ടറിയുന്നു. Indirectly, invisibly, this power is working against the church right now. ഇപ്പോൾ തന്നെ അദൃശ്യമായും പരോക്ഷമായും സഭയ്ക്ക് വിരോധമായി ഈ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. That's why word of God says, you need to make thy line strong, put on thy strength and resist the Satan. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക. So when we read in the Old Testament, Exodus 12 chapter 23rd verse, നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 23-ാം വാക്യം പഴയ നിയമഭാഗം നോക്കുമ്പോൾ, there we are seeing one destroyer. അവിടെ നമുക്ക് ഒരു സംഹാരകനെ കാണാം. For the Lord will pass through to smite the Egyptians, and when he seeth the blood upon the lintel and on the two side posts, the Lord will pass over the door and will not suffer the destroyer. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നുവരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നുപോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. To come in unto your houses to smite you. നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് നിങ്ങളുടെ വീട്ടിനകത്ത് വരുവാൻ. Dear children of God, this destroyer we are seeing in the Old Testament, when the children of Israel going to overcome the last battle, last trial. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നതായ പരീക്ഷകളിൽ അവസാനത്തേതിൽ അവർ ജയമെടുക്കുവാൻ വന്നതായ ആ സന്ദർഭത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. Now one word I want to mention you, this destroyer will come to smite you. ഞാൻ ഒരു കാര്യം പറയട്ടെ, സംഹാരകൻ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിനായി വരും. That's why, but you need to put on your strength and resist the Satan. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബലം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കണം. Ordinary Christian life will not resist the Satan and will not overcome the powers of the demons. സാധാരണ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതോ ഭൂതങ്ങളെ ജയിക്കുന്നതോ അല്ല. Nowadays some workers and so many believers, they are become weak and weak. They have no strength to resist the power of the demons. ഈ കാലങ്ങളിൽ കുറച്ച് ശുശ്രൂഷകരും അനേക ദൈവമക്കളും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അധികം ദുർബലരായി തീരുന്നത് കൊണ്ട് അവർക്ക് പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. As yesterday we heard that destroyer, that Satan already fall down and there is no power, but Jesus have the power to overcome that. നാം ഇന്നലെ കേട്ടുവല്ലോ, പിശാച് അവൻ മുൻപേ വീണുപോയി, അവന് യാതൊരു ശക്തിയുമില്ല. കർത്താവായ യേശുക്രിസ്തുവിന് അവനെ തകർത്ത് കളയുവാനുള്ളതായ ശക്തിയുണ്ട്. Isaiah 14 chapter 12th verse,
യെശയ്യാവ് 14:12. How art thou fallen from heaven, O Lucifer, son of the morning? How art thou cut down, destroyer. Whole man Bible mentioned that word. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ അഥവാ നശിപ്പിക്കുന്നവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? How art thou cut down to the ground, which didst weaken the nations? ജാതികളെ ബലഹീനപ്പെടുത്തിയവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? From this verse we can know that the destroyer is Lucifer, that is Satan. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഇവിടെ നശിപ്പിക്കുന്നവൻ സംഹാരകൻ എന്ന് പറയുമ്പോൾ അത് സാത്താനാണ്, അല്ലെങ്കിൽ ലൂസിഫർ ആണ്. Dear child of God, tonight you make him as a new soul. പ്രിയ ദൈവ പൈതലേ, ഒരുപക്ഷെ ഇവിടെ ഒരു നവാഗതനായി നീ വന്നിരിക്കാം. There is a destroyer who want to destroy you and your family. നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതായ ഒരു സംഹാരകനുണ്ട്. But there is a savior who can give the life and abundant life to save you and your family. എന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ച് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും കഴിവുള്ള ഒരു രക്ഷിതാവ് നിനക്കുണ്ട്. Without the blood, the destroyer will not leave you. ആ രക്തം ഇല്ല എങ്കിൽ സംഹാരകൻ നിന്നെ വിട്ടു മാറുകയില്ല. So in the Old Testament days, when the destroyer saw the blood upon the upper pole and two side poles, that time the destroyer passed away. കട്ടിളമേലും കുറുമ്പടിമേലും രക്തം കാണുമ്പോൾ പഴയ നിയമ കാലയളവിൽ സംഹാരകൻ ആ വീടിനെ വിട്ട് ഒഴിഞ്ഞു പോകും. Tonight you have to understand that the destroyer is a devil. He wants to destroy your life and your family life. But Jesus is alive today to save you and your family and bring to the victorious life. ആ സംഹാരകൻ എന്ന് പറയുന്നത് നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്ന പിശാചാണെന്ന് നീ മനസ്സിലാക്കണം. എന്നാൽ നിനക്കൊരു രക്ഷിതാവുണ്ട്. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ച് നിങ്ങളെ ജയത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവാണ്. Without shedding the blood, there is no remission of sin. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപവിമോചനമില്ല. Old Testament they offer the bulls and animals to for the remission of sin. പഴയ നിയമകാലയളവിൽ പാപമോചനത്തിനായിട്ട് അവർ കാളകളെയും ആടുകളെയും മൃഗങ്ങളെയും എല്ലാം ബലിയർപ്പിച്ചു പോന്നു. But in the New Testament, beloved Lord Jesus Christ died on the cross for you and shed the precious blood for you to save you and forgive your sins. എന്നാൽ പുതിയ നിയമ കാലയളവിൽ കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ നിനക്കായി രക്തം ചിന്തി. അങ്ങനെ അവൻ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു. In the world there is a destroyer destroying so many people, so many souls in the world. ഈ ലോകത്തിൽ സംഹാരകൻ എത്രയോ ജനങ്ങളെ, ആത്മാക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. That's why Lord Jesus Christ came in this world to save the sinners. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. So you need the blood of Jesus to save your soul. ആകയാൽ നിന്റെ ആത്മരക്ഷയ്ക്ക് നിനക്ക് കർത്താവായ യേശുവിന്റെ രക്തം വേണം. Without the blood of Jesus, destroyer never leave you. അതെ, ആ യേശുവിന്റെ രക്തമില്ലായെങ്കിൽ ആ സംഹാരകൻ നിന്നെ വിട്ടു മാറുകയേ ഇല്ല. That's why you have to apply the blood of Jesus upon your heart, door of the heart, and sanctify your life and deliver from the power of the destroyer. ആകയാൽ നിന്റെ ഹൃദയ കവാടത്തിൽ നീ യേശുവിന്റെ രക്തം പുരട്ടി നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് നീ കർത്താവായ യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെടണം. This destroyer bring the sickness and death and same time power of sin working in your life. ഈ സംഹാരകൻ രോഗത്തെയും മരണത്തെയും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ പാപത്തിൻ്റെതായ ശക്തിയെയും നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. So many people, they are destroyed by the destroyer and they are unable to overcome, and lastly they are dying their sin only. അനേകർ ഈ സംഹാരകനാൽ നശിപ്പിക്കപ്പെട്ട് അവർ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനോ അവനെ ജയിക്കുവാനോ കഴിയാതെ ഒടുവിൽ തങ്ങളുടെ പാപത്തിൽ അവർ മരിച്ചുപോയി. Destroyer moving here and there to destroy the people who are created by God. ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനെ നശിപ്പിക്കേണ്ടതിനായിട്ട് ഈ നാശകൻ അങ്ങുമിങ്ങും ഊടാടി സഞ്ചരിക്കുന്നു. Dear child of God, you are a creation of God. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. He want to save your soul and he want to bring
a victorious life, otherwise a blessed life. ദൈവം നിന്റെ പ്രാണനെ രക്ഷിച്ച് നിന്നെ ഒരു വിശദീകരിക്കപ്പെട്ടതായ ഒരു അനുഗ്രഹീതമായ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Yesterday we heard that as the Lord died on the cross, he bruised the head of the devil. Lord overcome that destroyer. നാം ഇന്നലെ കേട്ടുവല്ലോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ അവൻ പിശാചിന്റെ തലയെ തകർത്ത് ആ സംഹാരകനെ അവൻ തോൽപ്പിച്ചു. Now you freely, by faith, if you come to Jesus, Lord will forgive you, and he applies precious blood upon your heart and body, and he will deliver you from the hands of the destroyer. ഇത് നീ വിശ്വാസത്താൽ കർത്താവായ യേശുവിന്റെ അടുക്കൽ സ്വാതന്ത്ര്യത്തോടെ വന്നാൽ അവൻ തീർച്ചയായിട്ടും നിന്റെ ദേഹാത്മദേഹിയിൽ തന്റെ രക്തം പുരട്ടി നിന്നെ ആ സംഹാരകന്റെ കെണിയിൽ നിന്ന് തീർച്ചയായിട്ടും വിടുവിക്കും. Because Lord wants to save your soul, he died on the cross, he shed his precious blood. Tonight believe that Lord Jesus and receive the Lord as your personal savior. അത് നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ രക്തം ചിന്തി ക്രൂശിൽ മരിച്ചതെന്ന് നീ വിശ്വസിച്ചാൽ അവൻ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവൻ നിന്നെ ദൈവവൈതലാക്കി മാറ്റും. Secondly, I want to mention before the believers as well as the workers, John 10 chapter 10th verse. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം വിശ്വാസികളോടും ദൈവ ശുശ്രൂഷകരോടും ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The thief cometh not but for to steal and to kill and to destroy. പിശാച് കള്ളൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ മറ്റൊന്നിനും വരുന്നില്ല. Of course it is belong to New Soul also, but especially believers and workers, very carefully we have to stand for the Lord. പുതിയ ആത്മാക്കൾക്കും ഇത് ചേരുമെങ്കിലും പ്രത്യേകിച്ച് ശുശ്രൂഷകരും വിശ്വാസികളും അവർ വളരെ ജാഗരൂകരായി കർത്താവിന് വേണ്ടി നിലകൊള്ളണം. You are saved by the Lord, and God bless you by the anointing of the Holy Spirit, and you are called the child of God. നിങ്ങൾ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവൻ നിങ്ങൾക്ക് അഭിഷേകം നൽകി അനുഗ്രഹിച്ചു. നിങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. But same time this destroyer wants to follow you to destroy your life in any means, in any way. എന്നാൽ പിശാച് നിങ്ങളെ വിട്ടൊഴിയാതെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ നശിപ്പിക്കേണ്ടതിനായി അവൻ പിന്നാലെ വരുന്നു. As the thief he will commit not but for to steal. ഒരു കള്ളൻ എന്ന നിലയിൽ അവൻ മോഷ്ടിക്കുവാനായി വരുന്നു. First of all, he will steal your blessings which God gave to you. ഒന്നാമതായി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അവൻ മോഷ്ടിക്കും. God will steal, the destroyer will steal your gifts and talents, especially anointing of the Holy Spirit. ആ നാശകനാകുന്ന സംഹാരകൻ അല്ലെങ്കിൽ മോഷ്ടാവ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ കൃപകളെ, വരങ്ങളെ, താലന്തുകളെ, പ്രത്യേകിച്ച് അഭിഷേകത്തെ മോഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്നു. So many believers and workers, they are unaware about this, and unfortunately they lose the power of God and as well as the blessings and gifts of God. അനേക ദൈവ ശുശ്രൂഷകരും ദൈവമക്കളും ഇതിനെക്കുറിച്ച് ബോധവാന്മാർ അല്ലാതെയായി മാറിയതുകൊണ്ട് ഇന്ന് നിർഭാഗ്യവശാൽ അവരുടെ കൃപകളും മരങ്ങളും താലന്തുകളും ശക്തിയും അഭിഷേകവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. That's why nowadays they are not filling the Holy Spirit. They lost the first power which God gave to them. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ നൽകിയതായ ശക്തി നഷ്ടപ്പെട്ട് ആത്മാവിൽ നിറയാതിരിക്കുന്നു. First he will steal your blessings. ആകയാൽ അവൻ ആദ്യം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മോഷ്ടിക്കും. Secondly, will kill your soul. രണ്ടാമതായി നിങ്ങളുടെ പ്രാണനെ അവൻ കൊല്ലും. As destroyer killed Adam's soul, but he lived 930 long years. അവിടെ ആ സംഹാരകൻ ആദാമിന്റെ പ്രാണനെയാണ് കൊന്നത്. അവൻ തുടർന്ന് ശരീരത്തിൽ 900 പരം വർഷങ്ങൾ ജീവിച്ചു. After killing your spiritual life, he will destroy totally your life. ആദ്യം നിങ്ങളുടെ ആത്മീക ജീവിതത്തെ അവൻ നശിപ്പിക്കും. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അവൻ നശിപ്പിക്കും. So Satan thief will destroy your life. You must be very careful, but you have to keep your Lord forever in your heart, in your life. ആകയാൽ കള്ളനാകുന്ന സാത്താൻ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും. ആകയാൽ നിങ്ങളുടെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. That's why Lord says, I am come that they might have life and they
that they might have it more abundantly. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. Thief here is the destroyer. He cometh to steal and kill and destroy. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ കള്ളൻ അല്ലെങ്കിൽ സംഹാരകൻ അവൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്നു. 2 Thessalonians 2nd chapter 9th verse says, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നത്, let no man deceive you by any means, for that day shall not come except there come a falling away first, and that man of sin be revealed. അവിടെ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ആരും നിങ്ങളെ ചതിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ആദ്യമേ തന്നെ വിശ്വാസത്യാഗം സംഭവിക്കുകയും പിന്നീട് അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യും. Even those coming is after the working of Satan with all power and signs and laying wonders. അവന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് എല്ലാവിധമായ ശക്തിയോടും അടയാളങ്ങളോടും കൂടെ ആയിരിക്കും. Like that, nowadays we are seeing in the world so many things happening to deceive the chosen people also. ദൈവത്തിന്റെ വൃതന്മാരെ നശിപ്പിക്കേണ്ടതിന് വഞ്ചിക്കേണ്ടതിന് ഇന്ന് ലോകത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നത് കാണാം. Nowadays so many church members, believers and workers also, without their knowledge, they are losing all the powers of God. ഇന്ന് സഭാംഗങ്ങളായ ദൈവശുശ്രൂഷകരും ദൈവമക്കളും തങ്ങളുടെ അറിവ് കൂടാതെ തന്നെ തങ്ങളുടെ എല്ലാവിധമായ ശക്തിയും നഷ്ടപ്പെടുത്തുന്നത് കാണാം. Now they are moving like a fan. They are moving like a fan only. അവർ ഇന്ന് ഒരു ഫാൻ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. If this fan going on rolling, ഇപ്പോൾ ഫാൻ കറങ്ങുന്നത് കാണാം. if you switch off, അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താലും, but even though 2-3 seconds it will going on moving only. ചില സെക്കൻഡുകൾ അതിന്റെ കറക്കം തുടരും. Lost the power of God and moving as believers, some workers also. അത് ദൈവശക്തി നഷ്ടപ്പെട്ടിട്ട് പോലും വിശ്വാസികൾ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു. We should not be like that, but we have to gird our loins and strengthen ourselves and resist the power of the demons every day. നാം എങ്ങനെ ആയിക്കൂടാ, നാം നമ്മെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം, നമ്മുടെ അരമുറുക്കണം, നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. Job 1st chapter 12th verse says, യോബ് 1-ാം അധ്യായം 12-ാം വാക്യം, Job 1st chapter 12th verse says, and the Lord said unto the Satan, behold, all that he hath is in thy power, only upon thyself put not forth thine hand. So Satan went forth from the presence of the Lord. അവിടെ ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. Every believer and worker must understand this truth. എല്ലാ ശുശ്രൂഷകരും ദൈവമക്കളും ഈ സത്യം മനസ്സിലാക്കണം. Satan asked the permission from the Lord to touch the Job. യോബിനെ തൊടേണ്ടതിനുള്ളതായ അനുവാദത്തിനായിട്ട് സാത്താൻ യഹോവയോട് ആവശ്യപ്പെട്ടു. The same manner devil will take the permission from God upon you and me also. അതുപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും സാത്താൻ യഹോവയോട് അനുവാദം ചോദിക്കും. We all know the story of the Job. നമുക്കെല്ലാവർക്കും യോബിന്റെ ചരിത്രം അറിയാമല്ലോ. How he suffered. I believe no one suffered like him. അതെ, അവൻ സഹിച്ചതായ കഷ്ടങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് അവനെ പോലെ ആരും സഹിച്ചു കാണുകയില്ല. But even though he stood for the truth, എന്നാൽ ആ സന്ദർഭത്തിലും അവൻ സത്യത്തിനായി നിന്നു. he never accused the Lord. He go on praise God in his sufferings. അവൻ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല. തന്റെ കഷ്ടങ്ങളുടെ നടുവിലും അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. As the Satan asked the permission for Job, definitely in your life sometime they will ask permission for your life and my life. യോബ് സാത്താനെതിരായിട്ട് ദൈവത്തോട് അനുവാദം ചോദിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും തീർച്ചയായിട്ടും സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കുവാനിടയുണ്ട്. That time how to overcome, you have to learn and you have to practice in your life. ആ സമയത്ത് എങ്ങനെയാണ് ജയമെടുക്കേണ്ടതെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യണം. Without God's permission nothing can touch us or harm us. ദൈവത്തിന്റെ അനുവാദം കൂടാതെ യാതൊരു ദോഷവും നമുക്ക് ഭവിക്കുകയില്ല, കേടുവരുത്തുകയില്ല. Sometimes God gave the permission to Satan to touch us because our sins, otherwise
for the trial of faith. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധന എന്ന നിലയിലോ നമ്മെ തൊടുവാൻ ദൈവം അനുവാദം കൊടുക്കാറുണ്ട്. Sometimes when we are sinned, three things will happen, we have to understand. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പാപമുണ്ടായാൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. When you sin against God, immediately God will turn his face from you. നാം ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്യുമ്പോൾ ആ ക്ഷണത്തിൽ ദൈവം തന്റെ മുഖം നമ്മളിൽ നിന്ന് തിരിക്കും. Secondly, angels which God appointed for you and me, that angels also little bit turn away from you. നമുക്ക് സംരക്ഷണത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതായ ദൂതന്മാർ നമ്മെ വിട്ട് അല്പം മാറും. Immediately this destroyer Satan will come to you. അപ്പോൾ തന്നെ ഈ സംഹാരകനായ സാത്താനിന്റെ അടുക്കൽ വരും. And he will go to God and complain against you. അവൻ ചെന്ന് ദൈവത്തോട് നിന്നെക്കുറിച്ച് പരാതിപ്പെടും. See, you are telling your son, your daughter what they are doing, seeing how they are doing the secretly. നോക്കുക, നിന്റെ മകനെന്നും മകളെന്നും പറയുന്നുവല്ലോ, അവർ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? When the devil tell the complaint against you and me, God will silent. അത് ദൈവം നമ്മെക്കുറിച്ച്, പിശാച് നമ്മെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയുമ്പോൾ ദൈവം അവിടെ മൗനമായിരിക്കും. That time the devil will come and torment you sometime. അപ്പോൾ ചിലപ്പോൾ സാത്താൻ വന്ന് നമ്മളെ ഉപദ്രവിക്കും. Until you repent and turn back to God, that destroyer going on working in your life. നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയും വരെ ആ പിശാച് എന്ന വിനാശകൻ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. Secondly, how the Satan test and brought the trials to the Job, sometime it will bring to us to test our faith. രണ്ടാമതായിട്ട് ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നതുപോലെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചറിയേണ്ടതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കൊണ്ടുവന്നേക്കാം. That's why we have to understand there is a destroyer every time after you to destroy you. That's why very carefully you have to live in the spirit, in the spiritual life. ആകയാൽ നമ്മുടെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കേണ്ടതിന് ഓരോ സന്ദർഭങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സംഹാരകൻ ഉണ്ടെന്ന് മനസ്സിലാക്കി നാം നമ്മുടെ ആത്മീക ജീവിതത്തെ വളരെ കരുതലോടെ നയിക്കണം. That's why St. Peter told to resist the devil. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുക. 1 Peter 5th chapter 9th verse. 1 പത്രോസ് 5-ാം അധ്യായം 9-ാം വാക്യം. We have to practice to resist the devil. നാം പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് പരിശീലിക്കേണ്ടതുണ്ട്. Whatever I am practicing, whatever God taught me, that only tonight I am mentioned before you. അതെ, ഞാൻ ദൈവം എന്നോട് കൽപ്പിച്ചതും ഞാൻ പരിശീലിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഇന്ന് പറയുന്നത്. God taught me and make me to practice to resist the devil. ദൈവം എന്നെ പഠിപ്പിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ എന്നെ പരിശീലിപ്പിക്കുന്നു. Devil want to destroy me, but God taught me to you destroy the devil. പിശാചിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവം എന്നോട് നീ അവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് അതിനായി എന്നെ പഠിപ്പിക്കുന്നു. Every believer and worker must practice to resist the devil. ഓരോ ശുശ്രൂഷകനും ദൈവ പൈതലും പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ പഠിക്കണം. If you sit in the presence of God, if you sit on your bed and you say, hey, go devil, hey, go devil, it never move from you. ദൈവസന്നിധിയിൽ ഇരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നോ കൊണ്ട് പിശാചെ പോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും പിശാച് പോവുകയില്ല. In the name of Jesus you have to resist the power, then only it will flee away. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ശക്തിയോട് എതിർത്ത് നിന്നാൽ മാത്രമേ അവൻ നിങ്ങളെ വിട്ടോടി പോകൂ. Read 1 Peter 5th chapter 9th verse. 1 പത്രോസ് 5-ാം അധ്യായം 9-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. Whom resist steadfast in the faith, knowing that the same afflictions are accomplished in your brethren that are in the world. In the world, you and I go through the affliction and so many types of the trials and sufferings. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും പലവിധമായ കഷ്ടതകളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നുപോകുന്നു. It's not from God, ഇതാ ദൈവത്തിൽ നിന്നല്ല, but it's from the devil only to destroy you. അത് നിന്നെ നശിപ്പിക്കുവാനായി പിശാചിൽ നിന്ന് മാത്രമാണ് വരുന്നത്. That's why you have to study
steadfast in faith and resist the devil. അതുകൊണ്ട് തന്നെ നീ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി നിലനിന്ന് പിശാചിനോട് എതിർത്ത് Every നിൽക്കണം. believer and worker must be steadfast in the faith every day throughout your life. ഓരോ വിശ്വാസിയും ശുശ്രൂഷകനും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഓരോ നാളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. Without faith you can't overcome that Satan. വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ഈ സാത്താനെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. So many people, so many believers and workers, they are moving and they are shaking in their faith. അനേക വിശ്വാസികൾ ശുശ്രൂഷകർ തങ്ങളുടെ വിശ്വാസത്തിൽ ഇളകുകയും കുലുങ്ങുകയും ചെയ്യുന്നു. Little bit they are decreasing in their faith life. അവർ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അല്പാൽപമായി കുറഞ്ഞു വരുന്നു. When you lose the faith, that time only this destroyer will raise against you to attack you. വിശ്വാസ ജീവിതം കുറയുമ്പോഴാണ് നിങ്ങൾക്കെതിരായി നിങ്ങളെ ആക്രമിക്കുവാൻ അവൻ എഴുന്നേൽക്കുന്നത്. That's why steadfast in your faith and resist the devil. ആകയാൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുക. Recently we dedicated one local faith home. അടുത്ത സമയത്ത് ഒരു ലോക്കൽ വിശ്വാസ ഭവനം പ്രതിഷ്ഠിച്ചു. Suddenly current offed. പെട്ടെന്ന് കറണ്ട് പോയി. Then God told me that is the devil who is ruling over this area. അത് അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടെ ചുറ്റിത്തിരിയുന്ന പിശാചിന്റെ പ്രവൃത്തിയാണിത്. You bind it and resist that, it will flee away. നിങ്ങൾ അതിനെ ബന്ധിച്ച് അതിനോട് എതിർത്ത് നിന്ന് അതിനെ ശാസിച്ചാൽ അത് വിട്ടുപോകും. We told to the congregation and catch each one and just we pray and resist that. Within 2 seconds current came back. ഈ കാര്യങ്ങൾ പറഞ്ഞ് സഭയോട് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ശക്തമായി എതിർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ചില സെക്കൻഡുകൾക്കുള്ളിൽ കറണ്ട് വന്നു. Devil will come and resist you. You should not forget that. പിശാച് നിനക്കെതിരായി വരുമ്പോൾ നീ എതിർത്ത് നിൽക്കണമെന്നുള്ളത് മറന്നു പോകരുത്. But you are crying against God only. എന്നാൽ നീയോ ദൈവത്തോട് നിലവിളിക്കുക മാത്രം ചെയ്യുന്നു. God is not caring me. God is not bothered about my family. God is not bothered about my health. Like that you are murmuring. But you are not understanding how the devil come and resist you. ദൈവം എന്റെ കുടുംബത്തെ കുറിച്ച് കരുതുന്നില്ല, ആരോഗ്യത്തെ കുറിച്ച് കരുതുന്നില്ല, ദൈവത്തിനൊരു വിചാരവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് വിരുദ്ധമായി പിറുപിറുക്കുന്നു. എന്നാൽ നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നില്ല. But you are not practiced to steadfast in faith and resist the devil. എന്നാൽ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിനെ നിങ്ങൾ പരിശീലിക്കുന്നില്ല. If you want to overcome and resist the devil, you need the faith of the Son of God. ആകയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് ദൈവപുത്രങ്കലെ വിശ്വാസം വേണം. Secondly, you must obedience to God. രണ്ടാമതായി നിങ്ങൾ ദൈവത്തോട് അനുസരണയുള്ളവരാകണം. James 4 chapter 7th verse. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Submit yourselves therefore to God, resist the devil and he will flee from you. Ephesians 4 chapter 27. എഫേസ്യലേഖനം 4:27. Neither give place to the devil. പിശാചിന് ഇടം കൊടുക്കരുത്. So we should not give the room for the devil, but you have to obedience to God and resist the devil. നാം പിശാചിന് ഇടം കൊടുക്കരുത്. നാം ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. Every time we must obedience to God and the word of God and the voice of God. നിങ്ങൾ ദൈവവചനത്തിനും ദൈവത്തിന്റെ ശബ്ദത്തിനും ദൈവത്തിനും കീഴടങ്ങുമ്പോഴെല്ലാം, when you obedience to God, devil will not stand before you, and if you just say in the name of Jesus, it will run away. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ പിശാച് നിങ്ങളോട് എതിർത്ത് നിൽക്കുകയില്ല. നിങ്ങൾ കർത്താവിന്റെ നാമം ഉച്ചരിക്കുമ്പോഴേ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. When you disobedient to God, only things go wrong against you and your life. ആകയാൽ നിങ്ങൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോഴാണ് കാര്യങ്ങൾ വിപരീത ദിശയിൽ പോകുന്നത്. Because disobedient of the Adam and Eve, they lost the glory of God. ആദാമും ഹവ്വായും അനുസരണക്കേട് നിമിത്തമാണ് ദൈവ തേജസ്സ് നഷ്ടമാക്കിയത്. That's why don't give room for the devil, but you have to obedience to God, the voice of God, according the word of God. If you live, devil will run away from you. ആകയാൽ പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾ ദൈവത്തെ, ദൈവശബ്ദത്തെ, ദൈവവചനത്തെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ പിശാച് നിങ്ങളെ വിട്ടോടിപ്പോകും. As I told first, steadfast in faith. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കുക. How can you keep the faith in your life? എങ്ങനെ ജീവിതത്തിൽ വിശ്വാസം സൂക്ഷിക്കാം? When you have the good conscience in your life, you can keep the faith steadfast in your life. നിങ്ങൾക്ക് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ വിശ്വാസം
വിശ്വാസം കാത്ത് ജീവിതത്തിൽ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നിൽക്കാം. 1 Timotheus 1st chapter 19th verse and 3rd chapter 9th verse says, 1 തിമോഥെയോസ് 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുമ്പോൾ 1 Timotheus 1st chapter 19, 3rd chapter 9th verse. 1-19 3-ാം അധ്യായം 9-ാം വാക്യവും. We have to practice good conscience in our life. ജീവിതത്തിൽ നല്ല മനസ്സാക്ഷിയെ നാം സൂക്ഷിക്കുവാൻ പഠിക്കണം. Otherwise our faith ship will break. അല്ലാത്ത പക്ഷം നമ്മുടെ വിശ്വാസ കപ്പൽ തകരും. That's why every time we have to practice to live a good conscience and resist the devil. ആകയാൽ ഓരോ സന്ദർഭത്തിലും നല്ല മനസ്സാക്ഷിയോട് ജീവിക്കാൻ പഠിച്ചുകൊണ്ട് നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. What is the third one? മൂന്നാമത്, by holiness you can resist the devil. വിശുദ്ധിയാൽ നിങ്ങൾക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാം. Without the holiness you never stand before the devil. You can't resist the devil also. വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് പിശാചിനെ നേരിടുവാനോ എതിർക്കുവാനോ സാധ്യമല്ല. When you read the Mark 1st chapter 24 and 25, മാർക്കോസ് 1:24-25, they will only seeing the Lord Jesus, I know who are you. You are the Holy One. കർത്താവായ യേശുവിനെ കാണുമ്പോൾ പിശാചാണ് ഇപ്രകാരം വിളിച്ചു പറയുന്നത്, നീ ആരെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ. So devil will see upon your forehead, upon your in your heart, in your life, are you holy? Otherwise you are defiling your life. ആകയാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം കാണുമ്പോൾ നിങ്ങളുടെ നെറ്റിയിൽ നിങ്ങൾ ദൈവത്തിന് വിശുദ്ധരാണോ എന്ന് പിശാചിന് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾ അശുദ്ധരാണെങ്കിൽ അതും അവന് മനസ്സിലാകും. As yesterday pastor told that about the pastor A.C. Thaman and pastor V.G. Samuel, they are holy people. They stood there, devil run away. ഇന്നലെ പാസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്റർ എ.സി. തോമസ്, പാസ്റ്റർ വി.ജി. സാമുവേൽ അവരെല്ലാവരും വിശുദ്ധരായിരുന്നു. അവരെ കണ്ട മാത്രയിൽ പിശാച് ഓടിപ്പോയി. If you live a holy life, devil will not stand before you. If you say in the name of Jesus, it will run away. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ പിശാചിന് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴേ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Fourth one, we are seeing that Mark 9 chapter 29th verse. മർക്കോസ് 9:29 വാക്യത്തിൽ നാലാമത്തെ വിഷയം കാണാം. Mark 11 chapter 25th verse. മർക്കോസ് 11:25. Read the 9th chapter 29. 9:29 ആദ്യം വായിക്കുക. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. And he said unto them, this kind can come forth by nothing but by prayer and fasting. Mark 11 chapter 25th verse. മർക്കോസ് 11:25. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. And when ye stand praying, forgive if ye have aught against any, that your Father also which is in heaven may forgive you your trespasses. Without your prayer life, you can't resist the devil in your life. പ്രാർത്ഥനാ ജീവിതം കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിനോട് എതിർക്കുവാൻ സാധ്യമല്ല. Nowadays so many believers and workers, they are not praying at all properly. ഈ കാലയളവിൽ അനേക ശുശ്രൂഷകരും ദൈവമക്കളും യഥാവിധി പ്രാർത്ഥിക്കുന്നതേയില്ല. If at all they pray 15 minutes, half an hour only. അവരെ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. God make me practice to pray 4 to 6 hours in a day. Otherwise once in 2 days. അതെ, ദൈവം ഈ നാളുകളിൽ എന്നെ ഒരു ദിവസം 4 മുതൽ 6 മണിക്കൂർ വരെ തുടർച്ചയായി പ്രാർത്ഥിക്കുവാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും. Especially in the night time, God taught me to pray 12 to 4, that we have to resist the devil. പ്രത്യേകിച്ച് രാത്രിയിൽ 12 മുതൽ 4 വരെ പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ പഠിപ്പിക്കുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ഇത് ആവശ്യം. Today I am alive before you because God taught me to pray. ഇന്ന് ദൈവം എന്നെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. In the night time only devil will work against the children of God. രാത്രികാലങ്ങളിലാണ് പിശാച് ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നത്. You have kneel down and pray and fight a good fight against the powers of the demons. നിങ്ങൾ മുഴങ്കാലിൽ നിന്ന് നന്നായി പ്രാർത്ഥിച്ച് പൈശാചിക ശക്തികളോട് നന്നായി പൊരുതേണം. If you night time, if you sleep and take the full rest, the devil is after you to destroy your life. രാത്രികാലങ്ങളിൽ നന്നായി ഉറങ്ങി വിശ്രമത്തിന് മാത്രമായി ചെലവിടുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ പിശാച് നിങ്ങളുടെ പിന്നാലെ കൂടും. Lord already told, at least 1 hour pray with me. കർത്താവ് പറഞ്ഞു, കുറഞ്ഞപക്ഷം 1 മണിക്കൂറെങ്കിലും എന്നോട് കൂടെ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. In the night time you have to pray at least 1 hour, 2 hours to resist the powers of the demons. രാത്രിയിൽ ഭൂതങ്ങളുടെ ശക്തികളോട് എതിർത്ത് നിൽക്കേണ്ടതിന് കുറഞ്ഞത് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. So without prayer you can't resist the devil. ആകയാൽ പ്രാർത്ഥന കൂടാതെ പിശാചിനോട് എതിർക്കുവാൻ സാധ്യമല്ല. Especially
if you want to resist the devil, പ്രത്യേകിച്ച് നിങ്ങൾ പിശാചിനോട് എതിർക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ you have to forgive your enemies. നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കണം. Forgive your co-workers and believers. നിങ്ങളുടെ കൂട്ടുവേലക്കാരോടും വിശ്വാസികളോടും ക്ഷമിക്കണം. When you forgive others, you have the power to resist the devil. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് പിശാചിനോട് എതിർക്കുവാൻ ശക്തിയുണ്ട്. Because it's the commandment of the Lord. This is the word of God to tell that we have to forgive our enemies. ആകയാൽ നാം നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കണമെന്നുള്ളത് ദൈവവചനവും കർത്താവ് നമുക്ക് തന്ന കൽപ്പനയുമാകുന്നു. Tonight we have to understand the truth and practice to resist the devil and overcome all the destroy powers. ഈ നാളുകളിൽ നാം സത്യത്തെ മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിന്ന് അവന്റെ നശിപ്പിക്കുന്ന ശക്തികളെ നമ്മൾ പരാജയപ്പെടുത്തണം. No witchcraft will work against you if you resist the devil. നീ പിശാചിനോട് എതിർത്ത് നിന്നാൽ ഒരു ആഭിചാര ശക്തിയും നിനക്കെതിരായി പ്രവർത്തിക്കില്ല. No magician can fight against you if you are prayer warrior man. നീ ഒരു പ്രാർത്ഥനാ വീരനാണെങ്കിൽ ഒരു മന്ത്രവാദിയും നിനക്കെതിരായി പ്രവർത്തിക്കില്ല. That's why we have to practice the resist the devil by the prayer life. ആകയാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് നമ്മൾ പഠിച്ചത് പ്രായോഗികമാക്കണം. So destroyer every time watching you to destroy your life. ആകയാൽ നിന്റെ ജീവിതത്തെ നശിപ്പിക്കേണ്ടതിന് അവൻ ക്ഷണം പ്രതി നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. That's why we need the power and strength to resist the devil. ആകയാൽ പിശാചിനോട് എതിർക്കുവാൻ നമുക്ക് ശക്തിയും ബലവും വേണം. Now I want to tell you, mention before you within the time that how to you get the strength in your life. അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിൽ നിന്നായി ശക്തി പ്രാപിക്കാമെന്ന് നിങ്ങളോട് പറയട്ടെ. You know, children of Israel, when they are weak and feeble, they are not walking along with the army, but they are backsliding. That time only Amalekites came and destroyed them. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ മരുഭൂമി പ്രയാണത്തിൽ അവർ ബലഹീനരായി കുഴഞ്ഞവരായി മാറിയപ്പോൾ ആ സൈന്യത്തോടൊപ്പം ഒത്തുചേർന്നവർക്ക് നടക്കുവാൻ കഴിയാതെ അവർ പിന്നണിയിലായതുകൊണ്ട് ആ സമയത്ത് അമാലേക്യർ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. That's why you should not be weak. Your gird must be strong. By the truth you must gird your loins and you must overcome the powers of the demons. ആകയാൽ നിങ്ങൾ ഒരിക്കലും ദുർബലരാകരുത്. നിങ്ങൾ ബലം ധരിച്ച് നിങ്ങളുടെ അരമുറുക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നത്. First of all, I am telling that through the word of God you can strengthen your life. ദൈവവചനത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കാം. With the help of the strength that you receive from the word, you can resist the Satan. ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആ ശക്തിയാൽ അതിന്റെ സഹായത്താൽ നിങ്ങൾക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാം. Psalms 119:28 says, 119 സങ്കീർത്തനം 28 വാക്യം, My soul melted for heaviness, strengthen thou me according unto thy word. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. Psalmist David asked the Lord to strengthen him according unto thy word because he knew that there will be strength in the word. ദൈവവചനത്തിൽ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് വചനപ്രകാരം എന്നെ ബലപ്പെടുത്തി നിവർത്തണമേ എന്നവൻ ആവശ്യപ്പെടുന്നത്. Nowadays children of God not reading the word of God. ഈ കാലയളവിൽ ദൈവമക്കൾ ദൈവവചനം വായിക്കുന്നില്ല. I confess my sin also. Sometime I am losing not to read the word of God because of lot of the works. എന്റെ കുറ്റവും ഞാൻ ഏറ്റുപറയുകയാണ്. ചില സമയത്ത് എന്റെ ജോലി ബാഹുല്യത്താൽ എനിക്കും വേദപുസ്തകം വായിക്കാൻ കഴിയാതെ പോകാറുണ്ട്. But audio by audio in like that I go on hearing the word of God. അത് ഞാൻ ഓഡിയോ രൂപേണ പല സന്ദർഭങ്ങളിലും ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട്. Every day you have to read the word of God. That will bring the strength in your life. നിങ്ങൾ ഓരോ സന്ദർഭത്തിലും തിരുവെഴുത്ത് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയെ കൊണ്ടുവരുന്നു. Matthew 4 chapter 1 to 11 verse we know that മത്തായി 4 അധ്യായം 1 മുതൽ 11 വരെ വായിച്ചാൽ Lord Jesus strengthened by the word only. കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തിനാൽ ശക്തീകരിക്കപ്പെട്ടു. Of course he is the word only. താൻ തന്നെ വചനമാണ്. By that word only he resists the devil thrice and overcome that destroyer. തിരുവെഴുത്തുകളാലാണ് കർത്താവായ യേശുക്രിസ്തു ആ സംഹാരകനെ 3 പ്രാവശ്യം തോൽപ്പിച്ചത്. So Jesus resists the tempter through the word. ആകയാൽ കർത്താവായ യേശുക്രിസ്തു പരീക്ഷകനെ തിരുവെഴുത്തിലൂടെ പരാജയപ്പെടുത്തി. So we need to put on our strength through the word of God. ആകയാൽ തിരുവെഴുത്തിലൂടെ നാം നമ്മുടെ ബലം ധരിക്കണം. When you have that strength,
only just throw the one word against the devil, it will run away from you. അപ്പോൾ ആ വചനത്താലുള്ളതായ ശക്തി ഉള്ളപ്പോൾ മാത്രമാണ് നമുക്ക് പിശാചിനെ ഓടിക്കുവാൻ തക്കവണ്ണം അവനെ എറിഞ്ഞു വീഴ്ത്തുവാൻ കഴിയുന്നത്. When devil stand before you, when the witchcraft powers stand before you, you are trembling, you don't know what to do, but you have the word, and that word will bring the strength to resist the devil and overcome. പിശാച് അല്ലെങ്കിൽ ആ വിചാരശക്തി നിങ്ങളുടെ മുൻപാകെ വരുമ്പോൾ നിങ്ങൾ പേടിച്ച് വിറയ്ക്കുന്നു. എന്നാൽ തിരുവചനത്താൽ നിങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും. അവൻ അതിനാൽ ഓടിപ്പോകും. You are neglecting to read the word of God, you are not meditating, and you are not by heart. That's why you are failed in so many ways. നിങ്ങൾ തിരുവെഴുത്തുകളെ അവഗണിക്കുന്നു, അതിനെ ഹൃദിസ്ഥമാക്കുന്നില്ല, നിങ്ങൾ അതിനെ മനനം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. At least today onwards, take this word and resist the devil and overcome that destroyer. കുറഞ്ഞ പക്ഷം ഇന്നു മുതലെങ്കിലും തിരുവെഴുത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക, അതിനെ എടുത്തുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്ന് അവനെ ഓടിക്കുക. Secondly, through faith you can resist the power. That means you are strengthening by faith. രണ്ടാമതായി വിശ്വാസത്താൽ നമുക്ക് ഈ ശക്തി പ്രാപിക്കാം, അഥവാ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തുന്നു. Hebrews 11 chapter 33 and 34 verse says, എബ്രായർ 11 അധ്യായം, who through faith subdued kingdoms, wrought righteousness, obtained promises, stopped the mouth of the lions. എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 33-34 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. Quench the violence of fire, escape the edge of the sword, out of weakness were made strong. സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. When you have faith, you are very strong person to stand before the devil and resist that. നിങ്ങൾക്ക് വിശ്വാസമുള്ളപ്പോൾ പിശാചിന്റെ മുൻപിൽ എതിർത്ത് നിന്ന് അവനോട് പോരാടുവാൻ തക്കവണ്ണം നിങ്ങൾ ശക്തരായിരിക്കും. Oh, that's why we need to resist the devil. അങ്ങനെയാണ് നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത്. Oh, you must practice to live in faith, and you must increase in your faith. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനും പഠിക്കണം. Through faith they received a strength and subdued the kingdoms, wrought righteousness and obtained the promises, stopped the mouth of the lions, they were made strong. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. Don't say that I am weak. Don't sing that chorus in your life. ഞാൻ ബലഹീനൻ എന്നുള്ളതായ പല്ലവി സ്ഥിരം പാടിക്കൊണ്ടിരിക്കരുത്. Every time you must take by faith, you must strengthen your life. ആകയാൽ ഓരോ സന്ദർഭത്തിലും വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബലം ധരിക്കണം. Romans 4 chapter 20 verse says, റോമാലേഖനം 4:21, staggered not at the promise of God through unbelief, but was strong in faith. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. But was strong in faith, giving glory to God. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. That's why in English David overcome the Goliath with the help of 5 stones, but one among them among those stones was the stone of faith, one of faith. ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ 5 കല്ലുകൾ എടുത്തത് ഉദാഹരണമായി കാണാമല്ലോ. അതിൽ ഒന്ന് വിശ്വാസം എന്ന കല്ല് തന്നെയാണ്. He took the 5 stones, അവൻ എടുത്തത് 5 കല്ലുകൾ, but used only 1 stone only. എന്നാൽ ഒരേ ഒരു കല്ല് മാത്രമേ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. In the name of the Lord he threw that. കർത്താവിന്റെ നാമത്തിൽ അവൻ അതിനെറിഞ്ഞു. The same stone will went and smite upon the forehead. ആ കല്ല് ചെന്ന് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിച്ചു. He is very short man, അവൻ ഉയരം കുറഞ്ഞവനാണ്, but he destroyed that long huge person. എന്നാൽ ആ ദീർഘകായനായ വ്യക്തിയെ അവൻ നശിപ്പിച്ചു. You can very easily overcome the devil by the faith. ആകയാൽ വിശ്വാസത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിശാചിനെ പരാജയപ്പെടുത്താം. That's why you have to practice to strengthen your life by the faith. ആകയാൽ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതം ബലപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പ്രായോഗികമായി പരിശീലിക്കണം. Don't think that I am weak. ഞാൻ ബലഹീനൻ എന്ന് ചിന്തിക്കരുത്. If you feel like that, you are really going to weak. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ദുർബലരാകും. Thirdly, we are seeing through the Holy Spirit you are strengthen your life. മൂന്നാമതായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തരായി തീരാം. Acts 1 chapter 8 verse says, അപ്പോസ്തലപ്രവൃത്തി 1 അധ്യായം 8 വാക്യത്തിൽ, but ye shall receive power
after that the Holy Ghost is come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. When you receive the power of God, ദൈവശക്തി ലഭിക്കുമ്പോൾ, when you receive the Holy Spirit, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, when you speak unknown tongues, അന്യഭാഷകൾ പറയുമ്പോൾ, the power will increase in your life. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി അധികരിക്കും. You very easily overcome the devil. നിങ്ങൾ വളരെ എളുപ്പത്തിൽ പിശാചിനെ തോൽപ്പിക്കും. That's why every day you must fill in the Holy Ghost. ആകയാൽ ഓരോ നാളിലും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. Some children of God thinking that filling in the Holy Spirit is out of the fashion. ചില ദൈവമക്കളുടെ ചിന്ത പ്രകാരം ആത്മാവിൽ നിറയുന്നത് ഔട്ട് ഓഫ് ഫാഷൻ എന്നാണ്. They are feeling that why should we feel like this? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. Our VG Samuel chief pastor time, I saw very well. പാസ്റ്റർ വി ജി സാമുവലിന്റെ ആ സമയം എനിക്ക് നന്നായിട്ട് അറിയാം. When he fill in the Spirit, he will jump like anything. താൻ ആത്മാവിൽ നിറയുമ്പോൾ താൻ ഇങ്ങനെ കുതിച്ചു ചാടും. I saw with my naked eyes. ഞാൻ തന്നെ എന്റെ സ്വന്തം കണ്ണുകളാൽ കണ്ടു. One day I translate to him also. ഒരിക്കൽ ഞാൻ തനിക്ക് പരിഭാഷപ്പെടുത്തി. In Adiyar he jumping like anything. അടയാറിൽ അദ്ദേഹം ഇങ്ങനെ ചാടുകയായിരുന്നു. Or Pastor T. Thomas also jump like that. പാസ്റ്റർ ടി തോമസ് അവர்களுം അതുപോലെ കുതിച്ചു ചാടും. Pastor Lazarus moved like anything by the power of God. പാസ്റ്റർ ലാസറസ് അവர்களுം ദൈവശക്തിയാൽ ഇങ്ങനെ ചലിക്കുമായിരുന്നു. But nowadays believers, some workers shine to fill in the Holy Ghost. എന്നാൽ ഇന്ന് ദൈവ ശുശ്രൂഷകരും ദൈവമക്കളും ആത്മാവിൽ നിറയുന്നതിൽ വളരെ ലജ്ജാലുക്കളാണ്. If the chief pastor is going on filling the power of God, why not you fill in the Spirit and strengthen your life? ചീഫ് പാസ്റ്റർമാർ ദൈവശക്തിയാൽ ഇങ്ങനെ നിറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ആത്മാവിൽ നിറയുന്നതിന് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? Every day you must fill in the Holy Ghost. ഓരോ നാളും ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറയണം. That is your strength in your life. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ബലം. Judges 14 chapter 6 verse says, ന്യായാധിപന്മാർ 14:6 the Spirit of the Lord came mightily upon him, and he rent him a young lion as the would have rent a kid. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ ആ സിംഹത്തെ ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ കീറിക്കളഞ്ഞു. Though the Holy Spirit we can do violent things, Holy Spirit will give us strength. We need to get filled in the Spirit and resist the Satan. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ബലമുള്ളതായ കാര്യങ്ങൾ ചെയ്യാം. ആകയാൽ നാം ദൈവശക്തിയെ പ്രാപിച്ച് നാം പിശാചിനോട് എതിർത്ത് നിൽക്കണം. That's why you have to fill in the Holy Spirit and resist the devil. Then only you are overcomer. അങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവശക്തി പ്രാപിച്ച് പിശാചിനോട് എതിർത്തുന്ന ജയാളികളായി തീരേണ്ടത്. Fourth one, through the prayer you can strengthen your life. നാലാമതായി പ്രാർത്ഥനയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി പ്രാപിക്കാം. Romans 8 chapter 26 verse says, റോമാലേഖനം 8:26 likewise the Spirit also helpeth our infirmities, for we know not what we should pray for as we ought, but the Spirit itself maketh intercession for us through groaning which cannot be uttered. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. How many hours, how much you pray, that much God will strengthen you. എത്ര മണിക്കൂർ നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളമാണ് ദൈവം നിങ്ങൾക്ക് ബലം തരുന്നത്. Lord will come to you and he will strengthen you. കർത്താവിന്റെ അടുക്കൽ വന്ന് നിന്നെ ശക്തീകരിക്കും. Otherwise God will send the angels and strengthen you. അല്ലാത്ത പക്ഷം ദൈവം ദൂതനെ അയച്ച് നിങ്ങളെ ബലപ്പെടുത്തും. We know that Luke 22 chapter 43 and 44, ലൂക്കോസ് 22:43-44 when Lord praying in the garden of Gethsemane, ഗെത്ശമനെ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ there appeared an angel unto him from heaven and strengthened him. അവിടെ ഒരു ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി. And being in an agony, he prayed more earnestly. അവൻ അവിടുത്തെ വളരെ വേദനയാൽ വളരെയധികം പ്രാർത്ഥിച്ചു. Nowadays children of God praying but not earnestly. ഇന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നെങ്കിലും വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കുന്നില്ല. Just moving here and there and Lord, Lord, Kartave, Daivame, going on telling some words but not earnestly. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടിക്കൊണ്ട് കർത്താവേ ദൈവമേ എന്ന് വിളിക്കുന്നതല്ലാതെ അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നില്ല. When Lord, with the tears, with the burden, when the sweating a drop like a blood, like that, the angel came and strengthened the Lord. കർത്താവ് കണ്ണുനീരോടും വളരെ വേദനയോടും കൂടി തന്റെ വിയർപ്പുതുള്ളികൾ രക്തം പോലെ വീഴത്തക്കതായ നിലയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഭാരത്തോടെയുള്ള പ്രാർത്ഥനയുടെ ഫലമായി ദൂതൻ വന്നവനെ ശക്തിപ്പെടുത്തി.
Why the devil is overcoming you? പിശാച് എന്തുകൊണ്ടാണ് നിങ്ങളെ തോൽപ്പിക്കുന്നത്? Because you are not praying properly, earnestly. നിങ്ങൾ ഉചിതമായ നിലയിൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുന്നില്ല. We know the example Hezekiah, how he prayed. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത് ഒരു ഉദാഹരണം എന്ന നിലയിൽ നമുക്ക് കാണാം. 2 Kings 19 chapter 15 to 19th verse says, 2 രാജാക്കന്മാർ 19 അധ്യായം 15 മുതൽ 19 വരെ വായിക്കുമ്പോൾ, through prayer Hezekiah received the strength, and on his behalf an angel came and smote 185,000 enemies. അവിടെ ഹിസ്കിയാവ് വളരെ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദൂതൻ വന്ന് അവിടെ ശത്രുവിന്റെ ശക്തികളെ, അവിടുത്തെ പടയാളികളെ കൊന്നുകളഞ്ഞതായി കാണാം. 35 verse says, and it came to pass that night that the angel of the Lord went out and smote in the camp of the Assyrian and 184,500, that means 185,000 enemies, only one angel destroyed. അവിടെ ഒരു ദൂതൻ കടന്നു വന്ന് അശൂർ പാളയത്തിൽ കടന്ന് 185,000 അശൂര്യ സൈനികരെ കൊന്നതായി കാണാൻ കഴിയും. He is an Old Testament man of God. അവൻ പഴയ നിയമത്തിലെ ഒരു ദൈവപുരുഷൻ. He loved God, and God also loved the Hezekiah. അവൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവം ഹിസ്കിയാവിനെ സ്നേഹിച്ചു. Because he prayed earnestly, just God sent one angel destroy the enemies. അവൻ വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥിച്ചതുകൊണ്ട് അവരെ നശിപ്പിക്കുവാൻ ദൈവം ഒരേ ഒരു ദൂതനെ വിട്ടു. When you pray also, God will send the angel and destroy the destroyer. ആകയാൽ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഹാരകനെ നശിപ്പിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. What is the fifth one? എന്താണ് അഞ്ചാമത്തേത്? By the grace you can strengthen your life. കൃപയാൽ ജീവിതത്തെ ശക്തിപ്പെടുത്താം. 2 Corinthians 12 chapter 9 and 10 says, 2 കൊരിന്ത്യർ 12 അധ്യായം 9-10 വാക്യങ്ങൾ, and he said unto me, my grace is sufficient for thee. അവൻ എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. For my strength is made perfect in weakness. ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. That the power of Christ may rest upon me. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. For when I am weak, I am strong. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. So in your weakness there is the strength is there, that is the grace of God. ആകയാൽ നിങ്ങളുടെ ബലഹീനതയിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു, അത് ദൈവകൃപയാകുന്നു. This the spirit of infirmities is working in many workers and believers. ഈ നാളുകളിൽ ബലഹീനതയുടെ ആത്മാവ് അനേക വേലക്കാരിൽ ശുശ്രൂഷകരിൽ പ്രവർത്തിക്കുന്നു. As we know, the Abraham daughter was bounded for 18 long years. അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അബ്രഹാമിന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്നവൾ 18 ദീർഘവർഷം അവൾ ബന്ധിക്കപ്പെട്ടിരുന്നു. Like that, so many who came to this meeting 1 year, 2 year, 5 year, 10 years, they are still in the bondage of the infirmities. അതുപോലെ ഇവിടെ ഈ മീറ്റിംഗിന് വന്നിരിക്കുന്നവരിലും പലരും 1 വർഷമോ 2 വർഷമോ 5 വർഷമോ ഈ വിധമായ ബലഹീനതയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. But Luke 13 chapter 16th verse, Lord Jesus went and touched the daughter of the Abraham. ലൂക്കോസ് 13 അധ്യായം 6 വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അബ്രഹാമിന്റെ മകളെ അവർ തൊട്ടു. Tonight also God going to touch you and deliver from infirmities and weakness. ഇന്ന് രാത്രിയിലും കർത്താവ് നിന്നെ തൊട്ട് നിന്റെ എല്ലാ ബലഹീനതയിൽ നിന്നെ വിടുവിക്കുവാൻ പോകുന്നു. Only you need the grace of God. നിനക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃപ മാത്രം. Through grace we need to be strengthened and resist the Satan. കൃപയാൽ നാം ശക്തീകരിക്കപ്പെട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണം. That's why St. Paul wrote to the Timotheus, be strong, my son, be strong in the grace of the Lord. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത്, എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. Every time receive the grace of God, that is the strength of your life. ഒരു നാളും നിങ്ങൾ ദൈവകൃപ പ്രാപിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ബലമായി തീരും. Sometimes you may be lean and weak, but the grace will strengthen you. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മെലിഞ്ഞ ഒരു വ്യക്തി ആയിരിക്കാം, എന്നാൽ ദൈവകൃപ നിങ്ങളെ ബലപ്പെടുത്തും. That's why trust in the grace of God and receive the strength of the Lord. ആകയാൽ കൃപയിൽ ആശ്രയിച്ച് ദൈവശക്തി പ്രാപിക്കുക. Sixth one we are seeing. ആറാമതായി കാണുമ്പോൾ 6th one, Acts 8 chapter 1st verse says, അപ്പോസ്തലപ്രവൃത്തി 8:1, when the persecution comes against the church, that time we need the strength in our life. ദൈവസഭയ്ക്കെതിരായ ഉപദ്രവങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആ ജീവിതത്തിൽ ബലം വേണം. And at that time there was a great persecution against the church which was at Jerusalem, and they were all scattered. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു, എല്ലാവരും ചിതറിപ്പോയി. Here devil scattered the church, scattered the people of God. ഇവിടെ പിശാച് ദൈവജനത്തെ ചിതറിക്കുന്നു.
Nowadays also we are seeing in the North Indian side. ഈ കാലങ്ങളിൽ വടക്കേന്ത്യയിലെ ഭാഗങ്ങളിൽ നോക്കിയാൽ In South Indian also somewhere we are seeing and hearing. ദക്ഷിണേന്ത്യയിലും ചിലയിടങ്ങളിൽ അത് കാണുവാനും കേൾക്കാനും കഴിയുന്നു. Hereafter this destroyer will come and scatter your life and church. ഇത് മുതൽ ഈ സംഹാരകൻ വന്നാൽ നിന്റെ ജീവിതത്തെയും സഭയെയും അവൻ ചിതറിക്കും. That's why you need the strength of God to overcome that. അതുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ ബലം വേണം. You have to stand for the truth along with the saints. നിങ്ങൾ വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് സത്യത്തിനായി നിൽക്കണം. Even now there will be a greater persecution for the church. ഇനി സഭയ്ക്കായി ഇതിലും വലിയ ഉപദ്രവങ്ങളും വരുവാനുണ്ട്. But we need to make our line strong, receive the strength and resist the devil. ആകയാൽ ബലം പ്രാപിച്ച് പിശാചിനോട് എതിർത്ത് നാം ശക്തരായി തീരണം. Matthew 24 chapter 19 and 28 says, 19 to 28. മത്തായി 24 അധ്യായം 19 മുതൽ 28 വരെ വായിക്കുമ്പോൾ, And woe unto them that are with the child, and to them that give succor in those days. അന്ന് ആ കാലങ്ങളിൽ ഗർഭിണികൾക്കും പാൽ കൊടുക്കുന്നവർക്കും അയ്യോ കഷ്ടം. For then shall be a great tribulation, such as was not since the beginning of the world to this time, no, nor ever shall be. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും. By the prayers, by the grace of God, by the prayers of the saints, now we are little bit safe in the South Indian, south side. ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ ദക്ഷിണേന്ത്യയിൽ നമ്മൾ അല്പം സുരക്ഷിതരായിരിക്കുന്നു. But power is working and devil is working and destroyer are ready to scatter the churches. എന്നാൽ ദൈവസഭയെ ചിതറിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതായ ആ സംഹാരകൻ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. That's why these true 6 points you have to strengthen your life and be strong and resist the devil. ആകയാൽ നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് നിങ്ങളുടെ ജീവിതത്തിൽ ബലം പ്രാപിക്കേണ്ടതിനായി ഈ 6 വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. How can you strengthen your life? എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ശക്തീകരിക്കാം? Lastly, we should lift up our heads towards heaven. Lord, when you are going to come, that will bring the strength in your life. ഒടുവിൽ കർത്താവേ അങ്ങ് എപ്പോൾ ആഗതനാകുമെന്ന് പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ തലകളെ ഉയർത്തണം. അത് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തും. Luke 21 chapter 28 verse says, ലൂക്കോസ് 21:28 things being to come to pass, then look up and lift up your heads, for your redemption draweth nigh. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നെന്ന് അറിഞ്ഞ് നിവർന്ന് തലപൊക്കുവിൻ. What is the meaning look up and lift up your heads means? നിവർന്ന് തലപൊക്കണമെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? We are all depend on the plan of will of God. നാം എല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവഹിതത്തിലും ആശ്രയിക്കണം. And wait for the glorious return of Christ. കർത്താവിന്റെ തേജസ്സിന്റെ പുനരാഗമനത്തിനായി കാത്തിരിക്കണം. And also our personal encounter the day in which the Lord will come. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന വരുന്ന നാളിൽ നാം അവനെ മുഖാമുഖം കാണുമെന്ന നാളിനായി ഒരുങ്ങണം. That's why, dear children of God, hereafter there is so much battles and so much resistance comes to the destroyer. ആകയാൽ ഈ നാളുകളിൽ സംഹാരകനിൽ നിന്ന് നമുക്ക് ധാരാളം എതിർപ്പുകളും കഷ്ടങ്ങളും നേരിടും. Don't think that you are going to live continue like this. ഇതുപോലെ ഇനിയും തുടർന്നു പോകാമെന്ന് ചിന്തിക്കരുത്. Destroyer will come to destroy the church and scatter the church. സംഹാരകൻ ദൈവസഭയെ നശിപ്പിക്കുവാനും ചിതറിക്കുവാനും വരുന്നു. But there is a Lord to strengthen you. എന്നാൽ നിന്നെ ബലപ്പെടുത്തുവാൻ ഒരു കർത്താവുണ്ട്. He want to strengthen you, അവൻ നിന്നെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. that you may resist the powers of the demons and devil. നീ പിശാചിന്റെയും ഭൂതങ്ങളുടെയും ശക്തിയോട് എതിർത്ത് That's നിൽക്കേണ്ടതിന് why you have to fight a good fight in your spiritual life. ആകയാൽ നിന്റെ ആത്മിക ജീവിതത്തിൽ നീ നന്നായി പോരാടണം. Be a soldier, you have to fight a good fight. നീ ഒരു പടയാളിയായി നിലനിന്നുകൊണ്ട് ഒരു നല്ല പോരാട്ടം പോരാടണം. Don't think that taking the rest only, resisting the devil, it will be bring the failure in your end of your life. അതേ ജീവിതത്തിൽ വിശ്രമിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കാമെന്ന് ചിന്തിച്ചാൽ അത് നിന്റെ ജീവിതത്തെ ഒരു നാശത്തിൽ അവസാനിപ്പിക്കും. Fight in prayers. പ്രാർത്ഥനയിൽ പോരാടൂ. Fight by faith. ശ്വാസത്താൽ പോരാടൂ. Strengthened by grace. കൃപയാൽ ശക്തിപ്പെടൂ. So destroyer is coming very soon and he is going to destroy the whole world. സംഹാരകൻ ഇതാ വരുന്നു. അവൻ മുഴുവൻ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. That's why we have to practice to resist the devil. ആകയാൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ പഠിക്കണം.
Every time we have to practice to resist the devil. ഓരോ സന്ദർഭത്തിലും പിശാചിനോട് എതിർക്കുവാൻ പഠിക്കണം. By the grace of God, God make me to practice. That's why I'm preaching tonight. ദൈവത്തിന്റെ കൃപയാൽ ദൈവം എന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് നിങ്ങളോട് അത് പ്രസ്താവിക്കുന്നു. That's why strengthen your lines. ആകയാൽ നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കുക. Gird your lines. അരമുറുക്കുക. That only St. Paul wrote in the Ephesians 6 chapter 12 to 17 verse. എഫെസ്യ ലേഖനം 6:12 മുതൽ 17 വരെ വിശുദ്ധ പൗലോസും ഇത് തന്നെയാണ് എഴുതുന്നത്. We are not fighting and battle with the flesh and blood, but principality and powers and demons and darkened powers which is working the heaven. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. Put whole armor of army and fight a good fight. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നന്നായി പോരാടുക. It is not message you have to practice daily in your life to overcome the demons. ഇത് ഒരു സന്ദേശം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിന്ന് ജയമെടുക്കുവാനുള്ളതായ ദൂതാകുന്നു. Now recently I come to know that in the schools and colleges they are going to teach the subject of the satanic powers of the Satan. സാത്താന്യ ശക്തികളെ കുറിച്ച് ഈ അടുത്ത കാലയളവിൽ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുവാൻ ആലോചിക്കുന്നതായി കേൾക്കുകയുണ്ടായി. Through the cartoons they are just teaching to the children. കാർട്ടൂണുകളിലൂടെ അവർ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്നു. So many demons work started in the world. ലോകത്തിൽ പലവിധമായ പൈശാചിക പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. Some group of the Gentiles they are practicing like a Sunday school. How we are practicing the Sunday school? They are practicing the Sunday school, teaching them how to live in the spirit of the devils. അതെ, നമുക്ക് സൺഡേ സ്കൂൾ നടത്തുന്നത് പോലെ ദുരാത്മാക്കളോട് ബന്ധപ്പെട്ടതായ ഒരു ജീവിതം എങ്ങനെ നയിക്കാമെന്ന് ചില ജാതീയ വിഭാഗങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ളതായ പാഠശാലകൾ നടത്തുന്നു. In the WhatsApp it is came and so many news coming like this. വാട്സാപ്പിലും സമൂഹ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് പല വാർത്തകൾ വരുന്നുണ്ട്. So many things going to happen. പല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. They are also strengthening their power. അവയും തങ്ങളുടെ ബലം വർദ്ധിപ്പിക്കുന്നു. But our Lord is a faithful God who is with us, who can give the victory over all things in our lives. എന്നാൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനെയും ജയിക്കത്തക്കതായ ബലം തരുവാൻ വിശ്വസ്തനായി കൂടെയുണ്ട്. That's why we must grow in the faith and resist the devil. ആകയാൽ വിശ്വാസത്തിൽ വളർന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കണം. Lord is coming very soon. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. Don't defeat in our life. ജീവിതത്തിൽ തോറ്റുപോകരുത്. There is no defeat life in Christian life. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയമില്ല. We fight a good fight. നല്ല പോർ പൊരുതുക. Pastor S.B. Honest used to taught us like this. That's why we are today boldly preaching about the faith and resist the powers. Pastor S.B. Honest ഞങ്ങളുടെ ജീവിതത്തിൽ അധികം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് സധൈര്യം പ്രസ്താവിക്കുന്നത്. He taught us that if a sick person, if a going to die person also, if the spirit leave the body and going, you must go and jump and bring and put inside. അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാൾ രോഗിയായി വളരെ ബലഹീനനായി താൻ മരണാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്മാവ് തന്നെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിലായാലും വിശ്വാസത്താൽ ചാടിപ്പിടിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും. God help me to practice like that. To near to die, two people are risen again. ഇതാ ദൈവവും എന്നെ പഠിപ്പിച്ചതുകൊണ്ട് മരണത്തോട് അടുത്ത ആളുകളെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. So we are not defeated people. ആകയാൽ നാം തോറ്റവരല്ല. But we are victorious people. നാം ജേതാക്കൾ. We have to live a victorious life and meet our God. നാം ജയജീവിതം നയിച്ച് കർത്താവിനെ എതിരേൽക്കണം. May God help us. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. രാജരാജനേശുവിൻ പോർവീരരേ യുദ്ധസന്നദ്ധരായിടുവേ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ പുതുബലം ധരിക്കുവിൻ ശക്തരാകുവിൻ പേൻകോട്ടയെ തകർക്കുവിൻ പുതുബലം ധരിക്കുവിൻ ശക്തരാകുവിൻ പേൻകോട്ടയെ തകർക്കുവിൻ രാജരാജനേശുവിൻ പോർവീരരേ യുദ്ധസന്നദ്ധരായിടുവിൻ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ സാത്താനും മുഴുവനത്തോടെ നമ്മളോട്
ഭയിക്കയോ ഭ്രമിക്കയോ വേണ്ട തെല്ലു സംശയിക്ക